സുഹൃത്തുക്കളെ, നമ്മുടെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. കർണാടകയിൽ കറണ്ട് ബില്ല് ഇപ്പോൾ മാസത്തിലാണ്. നേരത്തെ 2 മാസമായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല, അത് സംശയമുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ബില്ല് വന്നിരിക്കുന്നത് 3/1/2025 തൊട്ട് 3/2/2025 വരെയാണ്. അതിപ്പോൾ ഒരു മാസത്തെ കറണ്ട് ബില്ലാണ്. റീഡിങ് ഡേറ്റ് ഇന്ന് 5-ാം തീയതി ആണ് റീഡിങ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പഴയ റീഡിംഗ് എന്ന് പറയുന്നത് 24,580. ഇപ്പോഴത്തെ റീഡിംഗ് ആണ് 24,580. പ്രീവിയസ് റീഡിങ് 24,498 അപ്പോൾ നമുക്ക് റീഡിങ് നമ്മുടെ യൂണിറ്റ് കൺസപ്ഷൻ വന്നിരിക്കുന്നത് 82 യൂണിറ്റാണ്. 64 വരെയാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത്. ബാക്കി 18 യൂണിറ്റിൻ്റെ പൈസ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഒരു KWന് 120 രൂപയാണ് ഫിക്സഡ് ചാർജ്. പിന്നെ ഒരു യൂണിറ്റിന് 5 രൂപ 90 പൈസയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 5 രൂപ 90 പൈസ വെച്ചിട്ട് 82 യൂണിറ്റിന് നമ്മൾ ഏതാണ്ട് 483 രൂപ അടയ്ക്കണം. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ്, മീറ്റർ ചാർജ്, അങ്ങനെ GST ഒക്കെ ബാക്കിയുള്ള എമൗണ്ടുകളെല്ലാം ചേർത്ത് 654. പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സബ്സിഡി വരുമ്പോഴത്തേക്ക് സബ്സിഡി എന്തൊക്കെയോ കുറച്ചിട്ടുണ്ട്. കുറച്ചൊന്നും മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. അവസാനം നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് 146 രൂപയാണ്. സബ്സിഡി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 682 യൂണിറ്റിന് ഞങ്ങൾക്ക് ചാർജ് ചെയ്യുന്നത് ഒരു 654 രൂപയാണ്. ബാക്കിയാണ് പിന്നെ അതിൻ്റെ സബ്സിഡി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടയ്ക്കേണ്ട പൈസ 146 രൂപ. പിന്നെ നമ്മുടെ ഹൗസ് ഓണറിൻ്റെ ഒരു ബില്ലാണ്. ഇത് പുള്ളിക്ക് കുറച്ച് ഉപയോഗം കൂടുതലാണ്. അതായത് പുള്ളിക്ക് 70/82 ഇപ്പോഴത്തെ റീഡിങ്. നേരത്തെ 68/16 അപ്പോൾ 266 യൂണിറ്റോളം പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. 3.5 KW അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 266 യൂണിറ്റിന് 3 KW ആയപ്പോഴത്തേക്ക് 120 രൂപ വെച്ചിട്ട് 3 KWന് 360 രൂപ ഫിക്സഡ് ചാർജ് തന്നെ വിളിക്കാവുന്നുണ്ട്. പിന്നെ 266 യൂണിറ്റ് 5 രൂപ 90 പൈസ വെച്ചിട്ട് 1,569 രൂപ 40 പൈസ അടയ്ക്കണം. പിന്നെ ഉള്ള ചെറിയ ടാക്സ് 9% ടാക്സ്, അങ്ങനെ വേറെ എന്തൊക്കെയോ ചെറിയ ചാർജുകൾ ഉണ്ട്. അപ്പോൾ 266 യൂണിറ്റാണ് പുള്ളിക്ക് അടയ്ക്കേണ്ട യൂണിറ്റ്. ആ പൈസ അടയ്ക്കേണ്ടത് വരുന്നത് 2,090. അത് പിന്നെ കുറച്ച് വേറെ മീറ്റർ റെൻറ്റോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എല്ലാം കൂടെ ചേർത്ത് 2,185 രൂപ. 266 യൂണിറ്റ് പുള്ളി ഉപയോഗിക്കുമ്പോൾ പുള്ളിക്ക് അടയ്ക്കേണ്ട പൈസ വരുന്നത് 2,185 രൂപ. ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതിയാണ് എല്ലാവർക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ളവർക്കൊന്നും അടയ്ക്കണ്ട. അതായത് ഒരാൾ 47 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വീട് തന്നെയാണ്. 1961 ഇപ്പോഴത്തെ റീഡിങ്, 1916 നേരത്തെ ഉള്ള റീഡിങ്. 47 യൂണിറ്റാണ് പുള്ളിക്ക് ആയിട്ടുള്ളത്. ഫിക്സഡ് ചാർജ് 120. 47 രൂപ വെച്ച് 5 രൂപ 90 വെച്ച് അവർ കണക്കൂട്ടിയിട്ടുണ്ട് 277 രൂപ. പക്ഷേ സബ്സിഡി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പുള്ളിക്ക് 0 പൈസയാണ് അടയ്ക്കേണ്ടത് 47 യൂണിറ്റ് ഉപയോഗിച്ച ആളിന്. ഇനി അടുത്ത ആൾ എത്ര ഉപയോഗിച്ച് നോക്കട്ടെ. 43 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളിക്ക് -36 എക്സ്ട്രാ കിടപ്പുണ്ട്. 36 രൂപ അധികം അടച്ചത് പൈസ പുള്ളിക്ക് കിടക്കാൻ. അടുത്ത വേറൊരു ഇത് 906 ഇപ്പോഴത്തെ റീഡിങ് 890. 10 യൂണിറ്റ് മാത്രം ഉപയോഗിച്ച ആളിന് പൈസ അടയ്ക്കണ്ട, മൈനസായിട്ട് കിടക്കാൻ. അടുത്തതിൽ പൈസ അടയ്ക്കണം. അതായത് 124 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 60 യൂണിറ്റിൻ്റെ പൈസ മിക്കവാറും അടയ്ക്കേണ്ടി വരും. 60 യൂണിറ്റ് അല്ല, 124 യൂണിറ്റ് ഉണ്ട്. 124 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. 928 അപ്പം പുള്ളിക്ക് സബ്സിഡി കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. 437 രൂപ അടയ്ക്കണം. സബ്സിഡി കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അടുത്ത ഒരു ബില്ല് 101 യൂണിറ്റാണ്. അതിന് 333.
ഓക്കെ, ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ബില്ലിൻ്റെ റേറ്റുകൾ. നമുക്കൊരു 82 യൂണിറ്റ് ഉപയോഗിക്കുന്നതിന് എന്തായാലും 146 രൂപ എഴുതി വന്നിട്ടുണ്ട്. അത് നമ്മൾ അടയ്ക്കണം. നമ്മൾ അത്യാവശ്യം ഹീറ്ററും മിക്സി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ലൈറ്റും ഫാനും എല്ലാം അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇത്രയും വന്നിട്ടുള്ളൂ. സബ്സിഡി കഴിഞ്ഞിട്ട് 146, 82 യൂണിറ്റിന് 146 രൂപ. അത് കണക്ക് നമുക്ക് കൂടുതലെന്ന് തോന്നിയ ബില്ലെന്ന് പറയുന്നത് 266 യൂണിറ്റ്, അതിന് വന്ന എമൗണ്ട് 2185 രൂപ. ഓക്കെ, ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെയൊക്കെയാണ്.